ഭാരതീയ സംസ്കാരവും വാർത്താലോകവും കോർത്തിണക്കിയ വൃദ്ധഭാരതി മലയാളം ചാനലിലേക്ക് എല്ലാ മലയാളി പ്രേക്ഷകർക്കും സുസ്വാഗതം. വൈറ്റ് ലൈൻ വാർത്തയുടെ ഒന്നാം പിറന്നാൾ ആഘോഷങ്ങൾ ജൂൺ 13 ഡോംബിവില്ലി സാവിത്രിബായി ഫുലെ നാട്യമന്ദിറിൽ നടന്നു. രാവിലെ 11 മണിക്ക് ആരംഭിച്ച ചടങ്ങിൽ പ്രസിദ്ധ സിനിമാ നടനും കേരള സംഗീത നാടക അക്കാദമി ചെയർമാനുമായ മുകേഷ് മുഖ്യാതിഥിയായിരുന്നു. നാടക, സിനിമ, സീരിയൽ നടി വിജയകുമാരി, നർത്തകിയും സിനിമ, സീരിയൽ രംഗത്തെ പ്രശസ്തയുമായ സുധാചന്ദ്രൻ, സിനിമാ നടന്മാരായ KD ചന്ദ്രൻ, സുരേഷ് മേനോൻ, പിന്നണി ഗായകരായ ശ്രീകുമാർ, പ്രേംകുമാർ, ദീപക് മഞ്ജുന്ദാർ എന്നിവർ പങ്കെടുത്തു. മുംബൈ നാടകവേദിയെ സമ്പന്നരാക്കിയ 5 പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു. വാർത്തയുടെ പൂനെ പതിപ്പ് പൂനെ മലയാളി ഫെഡറേഷന്റെയും മഹാരാഷ്ട്ര INTUCയുടെയും അധ്യക്ഷൻ രാജൻ നായരും സാമൂഹ്യ പ്രവർത്തകനും ബിസിനസ്സുകാരനുമായ MB പരമേശ്വരനും മുകേഷിൽ നിന്നും ഏറ്റുവാങ്ങി. മാധ്യമരംഗത്തെ അതിനൂതനമായ സാധ്യതകൾ ഭാഷയുടെയും സംസ്കാരത്തിന്റെയും സർവോപരി സമൂഹത്തിന്റെയും ഉന്നതിക്കായി വിനിയോഗിക്കപ്പെടുമ്പോഴാണ് പത്രധർമ്മം അതിന്റെ ആത്മാംശത്തിൽ പരിപാലിക്കപ്പെടുന്നത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പ്രതിജ്ഞാത്മകതയാണ് മുംബൈയിൽ ഒരു പത്രത്തിന്റെ സാധ്യതകൾ കണ്ടെത്താൻ ഞങ്ങൾക്ക് വെളിച്ചമായത്. മുഖ്യധാരാ പത്രങ്ങളുടെ താൽപര്യങ്ങളിൽ ഒരു താളിൽ ചുരുക്കെഴുത്തായ മുംബൈ മലയാളിക്ക് ഒരു മുഴുനീള പത്രത്തിന്റെ വാർത്താ പ്രാധാന്യം തിരിച്ചറിഞ്ഞാണ് വൈറ്റ് ലൈൻ വാർത്ത എന്ന ദ്വൈവാരിക നിങ്ങളിലെത്തിയത്. ഒരു വർഷത്തെ നിലനിൽപ്പ് ഒരു മാധ്യമത്തെ സംബന്ധിച്ച് നിർണായകമല്ലെങ്കിലും ചില അടയാളപ്പെടുത്തലുകൾ വൈറ്റ് ലൈൻ വാർത്ത കാലത്തിലേക്ക് കോറിയിട്ടിട്ടുണ്ട്. വാർത്തകൾ അനായാസേന ഒപ്പിയെടുക്കുകയും അത് മഷിപുരട്ടി വായനക്കാരനിൽ എത്തിക്കുകയും എന്ന അനവധാനതയിൽ അഭിരമിക്കാതെ വാർത്തകളെയും വായനക്കാരനെയും കാലഘട്ടത്തിന്റെ ചലനാത്മകതയിൽ ഭാഗഭാക്കുകളാക്കുകയെന്ന സാമൂഹിക ദൌത്യം കൂടി നിർവഹിക്കാൻ ഈ കൂട്ടുകെട്ടിനെ ഞങ്ങൾ ലക്ഷ്യമിടുന്നു. ഈ ഉൾക്കാഴ്ചയാണ് കഴിഞ്ഞ ഒരു വർഷക്കാലയളവിൽ ഭാഷയ്ക്കും സംസ്കാരത്തിനും മുംബൈ മലയാളിയുടെ സ്വത്വാത്മകതയിലേക്കും വൈറ്റ് ലൈൻ വാർത്ത ഗൌരവതരമായ ഇടപെടലുകൾ നടത്തിയത്. ഗൃഹാതുരത്വം പഴഞ്ചരക്കാവുന്ന വർത്തമാനകാല പ്രവാസത്തിന് കൈമോശമെന്ന് പോകാനിടയുള്ള നമ്മുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ പതാക വാഹകരാകാൻ ഓരോ മലയാളിയും പൂർവാധികം മുന്നോട്ട് വരേണ്ടിയിരിക്കുന്നു. ഈ മുന്നോട്ടുള്ള പ്രയാണത്തിന് വൈറ്റ് ലൈൻ വാർത്ത ഒരു പടി കൂടി വളർന്ന് ന്യൂസ് വീക്കിലിയായി ഇനി നിങ്ങളുടെ കൈകളിൽ എത്തുമെന്നറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് അനൽപമായ സന്തോഷമുണ്ട്. പൂനെയിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും വൈറ്റ് ലൈൻ വാർത്തയുടെ പുതിയ എഡിഷനുകൾ പ്രവാസി മലയാളികളിലേക്ക് പടരുന്നതിന്റെയും വാർത്തയും ഇതോടൊപ്പം അറിയിക്കട്ടെ. പരിപാടിയുടെ പ്രസക്ത ഭാഗങ്ങൾ. ഒത്തൊരുമുണ്ടെങ്കിൽ എന്തും ചെയ്യാനാണ്. നമ്മളുടെ ഒത്തൊരുമ കാണിച്ചാൽ മുമ്പിലത്തെ ആൾക്കാർ പേടിക്കും. അതാണ് നമ്മളുടെ ഉന്നം. അപ്പൊ നമ്മൾ ഒന്നും കാണിക്കരുത്. നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ നമ്മൾ ഇവരുടെ കൂടെ കൂട്ടായ്മ ജീവിക്കുക, നമ്മളുടെ ബുദ്ധിയോട് ജീവിക്കുക. ഒന്നും പോയി വാങ്ങരുത്, വന്നാൽ വിടരുത് എന്നുള്ള മനസ്സിൽ കരുത്ത് വെച്ചുള്ള പെരുമാറണം. ഒന്നും പോയി വാങ്ങരുത്, നമ്മൾ അതിന് പോവരുത്. അതുപോലെ നമ്മൾ ഇവിടുത്തെ ആൾക്കാരുടെ കൂടെ നന്നായി നയിച്ച് അവരുടെ കൂടെ കോംപ്രമൈസ് ചെയ്തിട്ട് നമ്മൾ ജീവിക്കുകയാണ് വേണ്ടത്. ഇതാണ് ആക്ച്വലി എനിക്ക് മുഖ്യമായിട്ട് ഇവിടെ പറയാനുള്ളത്. കാരണം സംഘടന എത്രയായാലും സംഘടന ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അത് മെയിൻറ്റെയിൻ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ളതിന്റെ വളരെ വിഷമം. ഇപ്പോൾ ആ സംഘടന വൈറ്റ് ലൈൻ വാർത്ത ഒരു ഫസ്റ്റ് ഇയർ യൂണിവേഴ്സിറ്റി മുമ്പോട്ടായി ഫസ്റ്റ് യൂണിവേഴ്സിറ്റി കഴിഞ്ഞു. പക്ഷേ ഇനിയിട്ട് മേലില് ഇനി നമ്മളുടെ പൂനെയിൽ വെച്ച് വരുന്ന പൂനെയിലും പല പേപ്പറുകളുണ്ട്. നമ്മളുടെ ഉന്നം ഒന്നായിരിക്കണം. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, പല പേപ്പറുകളുണ്ട്, പല കോമ്പറ്റീഷനുണ്ട്. നമ്മൾ കോമ്പറ്റീഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾക്ക് വാർത്തമായി കിട്ടും. കേരളത്തിൽ ഉള്ള മലയാളികളല്ല, കേരളത്തിന് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ മലയാളികൾ. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്നത്. അതായത് കേരളത്തിൽ നിന്നും ഫ്ലൈറ്റ് പോകുമ്പോൾ ഫാസൺ യുവർ സീറ്റ് ബെൽറ്റ്സ് എന്ന് പറയുമ്പോൾ അവരുടെ മസ്തിഷ്കം, അതായത് ബുദ്ധിയുടെ ബെൽറ്റും കൂടെ സീറ്റും അതുകൂടെ ബെൽറ്റിട്ട് മുറുക്കുകയാണ്. പിന്നെ അവർ പുറത്തോട്ട് ചെന്നു കഴിഞ്ഞാൽ സ്നേഹസമ്പന്നരാണ്. ജോലി ചെയ്യാനും ഏത് ജോലിയും ചെയ്യാനുള്ള ഒരു ഭയങ്കരമായ ഊർജം, വാശി,
കുടുംബത്തെ പോറ്റുക, സ്നേഹപരിസരം സാഹോദര്യത്തോടുകൂടി നിൽക്കുക. എന്നാൽ കേരളത്തിലേക്ക് വരുമ്പോൾ അൺഫാസ്റ്റൻ യുവർ സീറ്റ് ബെൽറ്റ്സ് എന്ന് പറയുമ്പോൾ ആദ്യം അഴിയുന്നത് ബുദ്ധിയുടെ ബെൽറ്റാണ്. പിന്നെ പ്രതികരിക്കുക. അനുരാഗ വിലോചനായി അതിലേറെ മോഹിതനായി പടിവേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. അനുരാഗ വിലോചനായി അതിലേറെ മോഹിതനായി പടിവേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. പല നാളായി കാലിറങ്ങാൻ ഒരു തിടുക്കം. പ്രശസ്ത വ്യക്തിയുടെ സ്നേഹം നിറഞ്ഞ ബോംബെ മലയാളി കലാകാരികൾ, ഏതായാലും എന്നെ ഈ വൈറ്റ് ലൈൻ വാർത്തയുടെ പത്രപ്രവർത്തകർ വിളിച്ച് ആദരിച്ച് ബഹുമാനിച്ചതിൽ അങ്ങേയറ്റത്തെ സന്തോഷമുണ്ട്. പറയാനാണെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ KPSCയിലൂടെയാണ് ഞാൻ നടിയായിട്ട് വന്നിട്ടുള്ളത്. KPSCയിൽ ബാലതാരമായിട്ട്. അത് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഭാഗ്യം തെളിച്ചു വിട്ടത് ഈ ബോംബെ മലയാളികളാണ്. Local, double fasty, local, double fasty, local. Roti paper പാലജനങ്ങളെ ഒപ്പിയെടുക്കും ലോക്കൽ. ബോംബെ രീതിയിൽ ഉദരിക്കും അമ്പർനാഥിൻ ലോക്കൽ. റോട്ടി പേപ്പർ പാലജനക്കും ഇവിടെക്കും ലോക്കൽ. Local, double fasty, local. Double fasty, local. നിങ്ങൾക്ക് ഞാൻ പറയാൻ പോവാണ്. നിങ്ങളെല്ലാം മനസ്സ് വളരെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കട്ടെ. എവിടെ നോക്കിയാലും സുധാചന്ദ്രന്റെ അച്ഛൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് സുധാചന്ദ്രന്റെ അച്ഛൻ എന്ന് ധൈര്യമായി പറയാം. ഞാൻ പൊട്ടിത്തെറിക്കില്ല. താങ്ക് യു. വാർത്തകൾ വായിച്ചത് കണ്ണൻ തട്ടയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റ് അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.